അരിക്കടക്കയ്ക്ക് ആദ്യം പത്തിരിപ്പൊടി എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഉള്ളി, ചെറിയുള്ളി, തേങ്ങ, പെരിഞ്ജീരകം നന്നായിട്ട് അരച്ച് ഈ പത്തിരിപ്പൊടിയിലേക്ക് ഇടുക. അതിന് തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇങ്ങനെ ഉരുളയാക്കി എടുത്തിട്ട് ഈ കടുക്ക നമ്മൾ തുറന്ന് വൃത്തിയാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ മാവ് ഇങ്ങനെ നിറയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം അടുപ്പത്ത് ചൂടായി നിൽക്കുകയാണ്. ആ തട്ടിലേക്ക് ഇതിങ്ങനെ വെക്കുക. ഒരു തട്ടിൽ വെച്ച് അത് നിറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അടുത്ത തട്ട് വെക്കുകയാണേ. എന്നിട്ട് നമുക്കിനി അടുത്ത തട്ടിലേക്ക് ഇതേപോലെ കടുക്ക നിറച്ച് അടുക്കി അടുക്കി വെക്കാം. നമുക്ക് അരിക്കടുക്ക മാവ് നിറച്ചത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അടിയിലത്തെ തട്ടിലെ വെള്ളം പറ്റി പോകാണ്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവുക വെള്ളം കുറവാണെങ്കിൽ. അതെപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചത് നമ്മുടെ പാത്രത്തിൽ നിറയാനായി. ഇനി അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റോളം ഇത് വേവുണ്ട്. ഇതിന് വേവ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ കലക്കി ഇത് പൊരിക്കണം. പൊരിക്കുന്നത് പിന്നീട് കാണിച്ചു തരാം. പിന്നെ ഈ നൂലെടുക്കാൻ കടുക്ക വൃത്തിയാക്കുന്ന സമയത്ത് ഈ നൂലെടുക്കാൻ ആരും മറന്നു പോകരുതേ. എല്ലാവരും നൂലെടുക്കണം, അല്ലേ വയറുവേദന വരുമെന്നാണ് പറയുന്നത്. ഇത് അടയ്ക്കുവാണേ. ഇനി ഓരോ തട്ടിലെ എടുത്തിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ്, അല്ലെ എരിവ് കൂടിപ്പോവും. എന്നിട്ട് കലക്കിയിട്ട് തോട് കളഞ്ഞ് ഇത് കടുക്കയുടെ തോടെടുത്ത് കളഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. അതിങ്ങനെ നമ്മൾ ഈ മുളകിൽ മുക്കിയിട്ട് അത് കഴിഞ്ഞൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണയൊഴിച്ച് ഇതിലേക്ക് ഇടുക. ഇരിക്കടുക്ക നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. ഇതാ ഇവിടെ അരിക്കടുക്ക റെഡിയായിരിക്കുന്നു.